അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ MP രാഘവനും പിണറായി വിജയനും വിജയിച്ചു കയറിയ പയ്യന്നൂർ മണ്ഡലത്തിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ നടത്തിയ അട്ടിമറി CPM-നെ പിടിച്ചുകുലുക്കുമെന്നത് തീർച്ച. പാർട്ടി കോട്ടയിലെ പുകഞ്ഞ കൊള്ളി ജയിച്ചു കയറുമ്പോൾ അത് CPM-നകത്ത് ഉണ്ടാക്കുന്ന കലാപം ചെറുതാവില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സിറ്റിംഗ് MLA TA മസൂദിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും പുറത്തു വന്നത്. ഞാൻ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് മത്സരരംഗത്തേക്ക് വന്നതെന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ജയപ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയാണ് മണ്ഡലത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ നിലയിൽ തന്നെ ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എൻ്റെ പുസ്തകത്തിന് നൽകിയ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ വിജയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി എന്നെ പിന്തുണക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ജനങ്ങൾ എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊപ്പമാണ് പാർട്ടിയിലെ സാധാരണക്കാർ എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ കാഴ്ചവെച്ചത്. CPM-നെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടിന് ചെറുതല്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമ്പോൾ ഉയരുന്നത് പല ചോദ്യങ്ങളാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലും ഏരിയ കമ്മിറ്റി നിർമ്മാണ ഫണ്ടിലും പാർട്ടി കണക്ക് അണികൾ വിശ്വസിച്ചില്ല എന്ന് കാണിക്കുന്നതാണ് പയ്യന്നൂരിലെ ജനവിധി. മണ്ഡല രൂപീകരണം കാലം തൊട്ട് ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്ന് പയ്യന്നൂരിൽ നിന്നാണ് പാർട്ടി നല്ല ലീഡുമായി ജയിച്ചു കയറിയിരിക്കുന്നത്. 49,780 വോട്ടുമായി 2021 വിജയിച്ച TI മധുസൂദനെയാണ് കുഞ്ഞികൃഷ്ണൻ തോൽപ്പിച്ചത്. 1965 പയ്യന്നൂർ മണ്ഡലം രൂപീകരിക്കുന്നത്. CPM നേതാവായിരുന്ന MV കുഞ്ഞമ്പുവാണ് പയ്യന്നൂരിന്റെ ആദ്യ MLA. ഇതിനു മുൻപ് 2001 UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും 22,738 വോട്ടിന്റെ ലീഡ് LDF സ്ഥാനാർത്ഥിയായ PK ശ്രീമതി നേടിയ മണ്ഡലത്തിലാണ് CPM-ന് ഇക്കുറി കാലിടറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.